ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ ഇപ്പോഴും VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ ആളുകൾ തിക്കിത്തിരക്കി വരുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. VS-ന്റെ അവസാന നിമിഷങ്ങളാണ്. അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ നടക്കും. മൃതദേഹം അല്പസമയത്തിനകം ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകുമെന്ന വിവരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. അപ്പോഴും ഈ മോശം കാലാവസ്ഥയൊക്കെ അതിജീവിച്ചും അവിടേക്ക് ആളുകൾ എത്തുന്നു. ഇപ്പോൾ ഹാളിനുള്ളിൽ ഉള്ളവർക്ക് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരമാണ് ഒരുക്കിയിട്ടുള്ളത്. അവിടെ നിന്ന് TG സജിത്ത് ചേരുന്നു. സജിത്ത്, ഈ അണമുറിയാത്ത ജനപ്രവാഹമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അതൊരു ക്യൂ ആയിട്ടൊന്നുമല്ല, ആളുകൾ കൂട്ടത്തോടെ വന്നിങ്ങനെ കണ്ടു മറയുന്നതായിരുന്നു. ആയിരക്കണക്കിന് മനുഷ്യർ. ആ വരവ് അവസാനിച്ചോ? പൂർണ്ണമായും തിരക്കൊഴിഞ്ഞ സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. പൂർണ്ണമായും തിരക്കൊഴിഞ്ഞിരിക്കുന്നു. റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്നും മൃതശരീരം എടുക്കാൻ പോവുകയാണ്. അവസാനമായി എത്തിയ ആൾക്ക് പോലും ഇവിടെ പൊതുദർശനം നടത്തിയ ശേഷമാണ് ഇപ്പോൾ മൃതദേഹം ഇവിടുന്ന് എടുക്കാൻ പോവുകയാണ്. ഇവിടെ തിരക്ക് പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും പൊതുദർശനത്തിന് സൗകര്യം ഒരുക്കിയിരുന്നു. അത് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ ആ നിൽക്കുന്ന ആൾക്കൂട്ടം മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവർക്കും ദർശനം ഇവിടെ പൊതുദർശനത്തിന് സൗകര്യമൊരുക്കുന്നു. അതിനുശേഷം ഇപ്പോൾ തിരികെ പോവുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇതാണ് ആളുകൾ വന്നിരുന്ന വഴി. ഇത് പൂർണ്ണമായും ഒഴിഞ്ഞിരിക്കുന്നു, തിരക്കൊഴിഞ്ഞിരിക്കുന്നു. അവസാനമായി എത്തുന്ന 1-2 പേരുകൾ ആളുകൾ മാത്രമാണുള്ളത്. പൂർണ്ണമായി ഒഴിഞ്ഞു. അങ്ങനെയെങ്കിൽ കൃത്യം ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇവിടുന്ന് മൃതദേഹം പുറത്തേക്ക് മാറ്റും. ഒരു 10 മിനിറ്റ് കൂടി മാത്രമേ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ VS-ന്റെ ഭൗതിക ശരീരം ഉണ്ടാകുള്ളൂ എന്ന വിവരമാണ് സജിത്ത് നൽകുന്നത്. അപ്പോഴും ഏറ്റവും അവസാനം എത്തുന്ന മനുഷ്യർ അവർ ഒരു നോക്ക് കാണാൻ വേണ്ടി അങ്ങോട്ടേക്ക് ഓടി ചെല്ലുന്നതാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഹാളിനുള്ളിൽ ഇരിക്കുന്നവർക്ക് VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. അവർ VS-നെ കണ്ടു മടങ്ങുന്നു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് നീങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സജിത്ത്, കുറച്ചു മുൻപ് തന്നെ മുഖ്യമന്ത്രിയും പാർട്ടി ജനറൽ സെക്രട്ടറിയും ഒരു വാഹനത്തിൽ അവിടെ നിന്ന് മടങ്ങുന്നത് കണ്ടു. നേതാക്കന്മാർ റിക്രിയേഷൻ ഗ്രൗണ്ട് വിട്ടോ? അവർ വലിയ ചുടുകാട്ടിലേക്ക് നീങ്ങി തുടങ്ങിയോ? മുഖ്യമന്ത്രി അടക്കമുള്ള പ്രധാന ആളുകൾ വലിയ ചുടുകാട്ടിലേക്ക് മാറിയിരിക്കുന്നു. വലിയ ചുടുകാട്ടിൽ വലിയ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവിടെ വലിയ തരത്തിൽ ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ തരത്തിലാണ് അവിടുത്തെ ക്രമീകരണം. അതുകൊണ്ട് ഈ തിരക്കൊന്നും അവിടെ ഒരു തരത്തിലും താങ്ങാൻ കഴിയില്ല. എന്തായാലും ഇത് അവസാനമായി എത്തിയ ആൾക്ക് പോലും പൊതുദർശനത്തിന് സൗകര്യമൊരുക്കിയിരിക്കുന്നു. വന്നിരുന്ന എല്ലാവർക്കും സൗകര്യമൊരുക്കി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വന്ന ആളുകൾ ഇടതൂർന്നു പോയ വഴിയാണിവിടെ. ഇത് പൂർണ്ണം വിജനമാകുന്നു. അവശേഷിക്കുന്ന 1-2 പേര് മാത്രമാണ് ഇനി കടന്നു പോകാനുള്ളത്. ബാക്കി എല്ലാവർക്കും ഇവിടെ ഈ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് സൗകര്യമുണ്ടായിരുന്നു. VS-നെ കാണാൻ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സംസ്ഥാനത്തിന്റെ പല മേഖലകളിൽ നിന്നെത്തിയ എല്ലാവർക്കും VS-നെ കാണാനുള്ള സൗകര്യമൊരുക്കി തന്നെയാണ് പോയത്. ഇത് നേരത്തെ CPM നേതൃത്വം തന്നെ പറഞ്ഞിരുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഈ കാര്യം അത് അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അവശേഷിക്കുന്നത് VS-ന്റെ മൃതദേഹം, അദ്ദേഹത്തിന്റെ മൃതദേഹം അവിടെയാണുള്ളത്. അവിടെ ഒരു ചെറിയ ആൾക്കൂട്ടം ഇപ്പോഴുമുണ്ട്. ആ ഭാഗത്ത് നിന്ന് മൃതദേഹം ഉടൻ തന്നെ ഇപ്പോൾ വാഹനത്തിലേക്ക് മാറ്റും. പ്രധാന നേതാക്കളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇവിടുന്ന് വലിയ ചുടുകാട്ടിലേക്ക് അല്പസമയം മുമ്പ് തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്. മുഖ്യമന്ത്രി, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ, മറ്റ് പ്രധാന നേതാക്കളൊക്കെ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ മൃതദേഹം വാഹനത്തിലേക്ക് കയറ്റും. റെഡ് വാളണ്ടിയർമാർക്ക് അതിനുള്ള നിർദ്ദേശം കൈമാറിക്കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ആലപ്പുഴ റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വാഹനത്തിൽ വലിയ ചുടുകാട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെ സംസ്കാര ചടങ്ങിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. അവിടേക്ക് നേതാക്കന്മാർ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി അല്പസമയത്തിനകം തന്നെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോകും. ഇപ്പോൾ ഹാളിലുണ്ടായിരുന്ന റെഡ് വോളണ്ടിയർമാർ, മറ്റ് പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ അടങ്ങുന്ന സംഘം ഇപ്പോൾ VS-ന് അന്ത്യാഭിവാദ്യം അർപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൂടി പൂർത്തിയായാൽ VS-ന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് കൊണ്ടുപോകും. വലിയ ചുടുകാട്ടിലേക്ക് VS-ന് അന്ത്യനിദ്ര ഒരുക്കിയിരിക്കുന്നത് അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പ്രമുഖരായ വ്യക്തികൾക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമാണ്. VS-ന് ചിതയൊരുക്കാനുള്ള പണികൾ ഒക്കെ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നതും പൂർത്തിയായതുമാണ്. അവിടേക്ക് അല്പസമയത്തിനകം തന്നെ
ഭൗതിക ശരീരം കൊണ്ടുപോകും. ഇപ്പോൾ അത് മാറ്റാനുള്ള നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കാണുന്നത്. ആ ഫോട്ടോയൊക്കെ മാറ്റുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഭൗതിക ശരീരം വാഹനത്തിലേക്ക് മാറ്റും. അവിടെ പൊതുദർശനം പൂർണ്ണമായിരിക്കുന്നു. നമുക്കറിയാം, ഒരു ലൈനായൊന്നുമല്ല, കൂട്ടമായ ആളുകളെ കടത്തിവിട്ടുകൊണ്ടാണ്. അത്രമാത്രം ആളുകൾ അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലൈനായൊക്കെ കടത്തിവിട്ടാൽ അധിക സമയം കവരും എന്നതുകൊണ്ട് തന്നെ കൂട്ടത്തോടെ ആളുകളെ കടത്തിവിടുകയായിരുന്നു. അങ്ങനെ പൊതുദർശനം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. അവസാനം എത്തിയ മനുഷ്യരെ കൂടി കടത്തിവിട്ടിരിക്കുന്നു. ഇനി വലിയ ചുടുകാട്ടിലേക്കാണ് ആ വാഹനം നീങ്ങുക. VS-ന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. VS-ന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയുള്ള കാത്തിരിപ്പാണ്. സജിത്ത്, ഏറ്റവും അവസാനം എത്തുന്നവരെ പോലും VS-നെ കാണിക്കാനുള്ള ശ്രമമുണ്ട്. അതിനോടൊപ്പം തന്നെ വാഹനത്തിലേക്ക് ഭൗതിക ശരീരം മാറ്റാനുള്ള ശ്രമങ്ങളാണോ നടക്കുന്നത്? സ്ഥലത്തിലേക്ക് വരാം. എന്തായാലും അവിടെ പൊതുദർശനം പൂർണ്ണമായിരിക്കുകയാണ്. ഗാർഡ് ഓഫ് ഓണർ നൽകി അവിടെ നിന്ന് മൃതദേഹം വാഹനത്തിലേക്ക് മാറ്റും. വലിയ ചുടുകാട്ടിലേക്ക് നേരത്തെ വിലാപയാത്രയായി കൊണ്ടുവന്ന വാഹനത്തിൽ തന്നെയാകും VS-ന്റെ ഭൗതിക ശരീരം വലിയ ചുടുകാട്ടിലേക്ക് എത്തുക. നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് കാണാം. നേരത്തെയും അവരൊക്കെ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നവരാണ്. CS സുജാതയും ആർ നാസറും ഉൾപ്പെടെയുള്ളവർ. മകൻ അരുൺകുമാറിനെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൊച്ചുമകനെ കാണാം.